ദാ ഇതേപോലെ ക്രിസ്പി ആയിട്ടുള്ള കാരമലൈസ്ഡ് മക്കനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. വളരെ സിമ്പിളാണെന്നേ. ആദ്യം തന്നെ പാൻ ചൂടാക്കുക. ആ പാനിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യുക. ബട്ടറിന് പകരം വേണമെങ്കിൽ ഗീ യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ബട്ടറാണ്, അതുകൊണ്ടാണ് ഇവിടെ ബട്ടർ ആഡ് ചെയ്തത്. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മുടെ പ്രധാനമായിട്ടുള്ള മക്കനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കല്ലെങ്കിലും കുറച്ച് പേർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും, ഇതെന്തപ്പാ മക്കന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താമര വിത്താണേ. നമ്മുടെ ഈ മക്കന ഒന്ന് ഫ്രൈ ആയി വരാൻ ഒരു 4 to 5 minutes വേണം. അപ്പോൾ നമ്മുടെ ഈ മക്കന എന്ന് പറയുന്നത് ചെറിയ പുള്ളിയൊന്നും അല്ല. ആളുടെ കയ്യിൽ നല്ല പ്രോട്ടീനും ഫൈബറും കാൽസ്യം അങ്ങനെ കുറേ ഐറ്റംസ് അടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ ക്രിസ്പിയായി കിട്ടുമ്പോൾ നമുക്കിതൊരു വേറെ പാനിലേക്ക് മാറ്റാം. അതേ പാനിലേക്ക് നമുക്ക് കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്യാം. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കരയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ശർക്കരയാണ്. കാരണം ശർക്കരയിൽ കൂടുതൽ ഇരുമ്പും മറ്റു ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പഞ്ചസാരയേക്കാളും നല്ലത് ശർക്കര തന്നെയാണ്. അപ്പോൾ നമ്മുടെ ശർക്കര ഏകദേശം കാരമലൈസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ മക്കന ആഡ് ചെയ്ത് കൊടുക്കണം. മക്കന ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് തീ കുറച്ചിടണം. കാരണം അടി പിടിക്കാനും കരിഞ്ഞു പോകാനും നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ തീ കുറച്ചിട്ട് നമുക്ക് നമ്മുടെ മക്കന ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മക്കന നമ്മുടെ ഈ ശർക്കര മെൽറ്റായതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഡയറ്റൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ഈവനിങ് സ്നാക്കായിട്ട് എടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ മക്കന ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കാരണം നമ്മുടെ പാൻ ഓൾറെഡി ചൂടാണ്. അപ്പോൾ ഇനി ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാരമലൈസ് ചെയ്തത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് കൂളായതിന് ശേഷം നല്ല ക്രിസ്പി ആയിട്ടുള്ള നമുക്ക് കാരമലൈസ്ഡ് ആയിട്ടുള്ള മക്കന റെഡിയായി. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കാരമലൈസ്ഡ് മക്കന തയ്യാറാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലെ 2 ചെറിയ കുട്ടികളായിട്ടുള്ള നമ്മുടെ അമ്മാമ്മയും ലൂക്കാച്ചനും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവർക്ക് നല്ല ഇഷ്ടമായേ. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.